ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ വാട്സപ്പിൽ സ്റ്റാറ്റസ് എടുക്കാനും അതുപോലെ ഡിലീറ്റ് ആയ മെസ്സേജും കാണാൻ വേണ്ടിയിട്ട് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ടൊരു ആപ്ലിക്കേഷൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഞാനിവിടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പെർമിഷൻ ചോദിക്കും, അതെല്ലാം എലോ കൊടുക്കുക. പിന്നെ ഈ ആപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെക്കുന്നുണ്ട്, അപ്പോൾ അതിൽ നിന്ന് ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്യുക. ഇപ്പോൾ ഇതിൽ ഒരുപാട് ആപ്ലിക്കേഷൻ കാണുന്നുണ്ട്, നമുക്ക് വാട്സപ്പ് തൽക്കാലം കൊടുക്കാം. വാട്സപ്പിൻ്റെ ആണ് മെയിൻ ഫീച്ചറാണ് ഈ ആപ്ലിക്കേഷൻ. ബാക്കിയുള്ളത് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു തരാം എങ്ങനെയെന്ന്. അപ്പോൾ വാട്സപ്പ് സെലക്ട് ചെയ്ത് ഞാൻ കണ്ടിന്യൂ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് രണ്ട് പെർമിഷൻ ചോദിക്കും, അതെല്ലാം എല്ലോ കൊടുക്കുക. അപ്പോൾ ഇത് എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബട്ടൺ കൂടെ കൊടുത്തിട്ടുണ്ട്, അത് എനേബിൾ ചെയ്യുക. അപ്പോൾ എല്ലാം എനേബിൾ ചെയ്തിട്ട് ടിക്ക് മാർക്ക് കൊടുക്കുക. അപ്പോൾ ആപ്പ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആകുമ്പോൾ വരിക. ആദ്യത്തിൽ നോട്ടിഫിക്കേഷൻ ഹിസ്റ്ററി, പിന്നെ ഡിലീറ്റ് മീഡിയാസ് ഒക്കെ ഉണ്ട്. പിന്നെ ലാസ്റ്റത്തെ സ്റ്റാറ്റസ് ആണ്. വാട്സപ്പിലെ സ്റ്റാറ്റസ് നമുക്ക് കാണാൻ വേണ്ടിയിട്ടുള്ളൊരു ഓപ്ഷനാണ്. അത് ജസ്റ്റ് നമ്മൾ വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ട് എങ്ങനെയാണെന്ന് നമുക്ക് വീഡിയോ നോക്കാം. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ആപ്പിൽ ടോപ്പിലായിട്ട് നമ്മുടെ വാട്സപ്പ് കാണാം. അവിടെ മാനേജ് ആപ്പ് എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ആപ്ലിക്കേഷൻസൊക്കെ കാണുന്നുണ്ട്. ഇതിൽ ബാക്കിയുള്ള ആപ്ലിക്കേഷൻസിൻ്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് സേവ് ആയിട്ട് ഈ ഒരു ആപ്ലിക്കേഷനിൽ കിടക്കും. വാട്സപ്പിലാണ് കൂടുതൽ ഫീച്ചർ ഉള്ളത്. അപ്പോൾ ഏതെങ്കിലും ആപ്പിൻ്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ മെസ്സഞ്ചർ ആയിക്കോട്ടെ എന്തെങ്കിലും ആയിക്കോട്ടെ, അതിലേക്ക് ഒരു നോട്ടിഫിക്കേഷനൊക്കെ ഈ ആപ്പിൽ സ്റ്റോർ ആയിട്ട് കിടക്കും. അപ്പോൾ നമുക്ക് അങ്ങനെ കാണാൻ പറ്റും. അതിപ്പോൾ ആ നോട്ടിഫിക്കേഷൻ ഡിലീറ്റ് ആവുകയോ അല്ലെങ്കിൽ കാണാണ്ടാവുകയോ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ വാട്സപ്പ് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ വാട്സപ്പ് എടുക്കുന്നുണ്ട്. എൻ്റെ വാട്സപ്പ് എടുത്തിട്ട് വേറൊരു നമ്പറിൽ നിന്ന് ഞാൻ നമ്മുടെ ഇതിലേക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. ഇത് മെസ്സേജ് വന്നിട്ടുണ്ട്. ഇനി അത് ഞാൻ ഡിലീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഡിലീറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ആപ്പിൽ ആ ഒരു മെസ്സേജ് സേവ് ആവും. ദേ ഇവിടെ കാണുന്ന ഷാസ് ബ്രോ ഡിലീറ്റ് മെസ്സേജ് എന്ന് പറഞ്ഞിട്ട് കണ്ടില്ല. അപ്പോൾ നമുക്ക് നേരെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാം ഇവിടെ കുറേ മെസ്സേജ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് നോക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ നേരെ ഓപ്പൺ ചെയ്യുക, നമ്മുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാം ഡിലീറ്റ് മെസ്സേജ് എന്ന് പറഞ്ഞിട്ട് കണ്ട ഹലോ എന്ന് പറഞ്ഞിട്ട് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് മെസ്സേജ്. ഇനി എങ്ങനെയാണ് വാട്സപ്പ് വീഡിയോ ഒക്കെ സ്റ്റാറ്റസ് സേവ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതിനായിട്ട് ജസ്റ്റ് വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ട് സ്റ്റാറ്റസ് വീഡിയോസ് ഓപ്പൺ ചെയ്താൽ മതി. ഫോട്ടോ ആണെങ്കിലും വീഡിയോ ആണെങ്കിലും നമുക്ക് അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ആപ്ലിക്കേഷനിൽ വരുന്നതാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ടാൽ മാത്രം മതി, നമ്മുടെ ആപ്പിൽ സ്റ്റോർ ആയിട്ടുണ്ടാവും. അപ്പോൾ ആപ്പ് ഓപ്പൺ ചെയ്ത് ലാസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വാട്സപ്പിൽ വന്ന സ്റ്റാറ്റസുകളൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ആ ഡൗൺലോഡുമ്പോൾ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി, പെട്ടെന്ന് നമ്മുടെ ഈ ഒരു ആപ്പിൽ ഡൗൺലോഡ് ആവും, നമ്മുടെ ഗാലറിയിൽ ഡൗൺലോഡായിട്ട് സേവ് ആവുന്നതാണ്. ജസ്റ്റ് ടിക്ക് ചെയ്താൽ മാത്രം മതി. അപ്പോൾ പിന്നെ വാട്സപ്പിലും ഡിലീറ്റ് ചെയ്ത മീഡിയ, അതായത് ഫോട്ടോസ് ഓഡിയോ ഒക്കെ നമുക്ക് ഈ ഒരു രണ്ടാമത്തെ ഓപ്ഷനിൽ വന്ന് കിടക്കണ കാണാൻ പറ്റും. പക്ഷെ അത് ആരാണ് ചെയ്തതെന്ന് കാണില്ല. ഗ്രൂപ്പിലാണെങ്കിലും പേഴ്സണലായിട്ടും ആണെങ്കിലും ഈ ഒരു മീഡിയ എന്ന് പറഞ്ഞ സെക്ഷനിലാണ് ഡിലീറ്റ് ആയിട്ട് കിടക്കുക. അത് നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നാലും സമയം നോക്കിയാലൊക്കെ മനസ്സിലാവും ആരാ ചെയ്തതെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, പിന്നെ അതുപോലെ ഈ അറിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക. ഇതൊരു ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ എന്തായാലും ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെയും കാണാം.